സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഗിറ്റബ് ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ഗിറ്റ് സ്പേസ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഒരു ലിങ്ക് കാണാം, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗിറ്റിൻ്റെ വെബ്സൈറ്റിലോട്ട് കയറും. ഇനി അതിൽ സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റാളർ എന്നുണ്ടാവും. അതിൽ ഗിറ്റ് ഫോർ വിൻഡോസ് /x64 സെറ്റപ്പ് എന്നൊരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആകും. ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ അതിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ലൈസൻസിൻ്റെ ഇൻഫർമേഷൻസ് ആണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ ബ്രൗസ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് കമ്പോണൻസിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. 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 ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗിറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിതിൽ ഫിനിഷ് കൊടുക്കുന്നു. വ്യൂ റിലീസ് നോട്ട്സ് കാണാൻ പറ്റും. ഞാൻ മിനിമൈസ് ചെയ്തിട്ട് സെർച്ചിൽ പോയിട്ട് CMD എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരും. അവിടെ ഗിറ്റ് -- വെർഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ഗിറ്റിൻ്റെ വേർഷൻ ഇവിടെ കാണാം. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഗിറ്റബ് ഡെസ്ക്ടോപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബ്രൗസർ ഏതെങ്കിലും ഓപ്പൺ ആക്കുക. അതിനുശേഷം ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ഡൗൺലോഡ് ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആകും. അതിൽ ഡൗൺലോഡ് ഫോർ വിൻഡോസ് 64 ബിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡിങ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യുന്നു. സെലക്ട് യൂസർ ടു ഓതറൈസ്. ഞാൻ ഏത് അക്കൗണ്ടാണോ സൈൻ ഇൻ ചെയ്തിരിക്കുന്നത് ഗിറ്റബിൽ, ആ അക്കൗണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നു. അഥവാ നിങ്ങൾക്ക് ഗിറ്റബിൽ ഒരു അക്കൗണ്ട് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഗൂഗിളിൽ ഗിറ്റബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് ഗിറ്റബിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഓതറൈസ് ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കി കൺഫേം ആക്സസ് ചോദിക്കുന്നുണ്ട്. അവിടെ ഞാൻ യൂസ് മൊബൈലിൽ നിങ്ങൾ ഗിറ്റബ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്ക് കൊടുക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡ് എ കോഡ് വയ ഇമെയിൽ എന്നുണ്ട്, അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിലിലോട്ട് ഒരു OTP വരും. അപ്പം ഞാൻ സെൻഡ് എ കോഡ് വയ ഇമെയിൽ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മെയിലിലോട്ടൊരു OTP വരും. ഞാൻ ആ OTP ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു. ഗിറ്റബിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്പൺ ആയി വരും. കോൺഫിഗർ ഗിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മുടെ നെയിമും ഇമെയിൽ ID നമ്മളവിടെ കൊടുക്കുക. ആ ഗിറ്റിന് എന്ത് നെയിമാണോ നമുക്ക് ഷോ ചെയ്യേണ്ടത് ആ നെയിമും അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ID ഇവിടെ കൊടുക്കുന്നു. ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഗിറ്റും ഗിറ്റബ് ഡെസ്ക്ടോപ്പും ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.